അതെ, പഴന്നുറുക്ക് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല? ശേ, എന്നാലേ ഞാനും കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ വേഗം വാ. അപ്പോൾ ആദ്യം നമുക്ക് പഴം ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പഴം നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഴം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉരുക്കിയെടുക്കാം. അപ്പോൾ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ശർക്കര ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. കട്ടയിലൊന്ന് പൊടിച്ചിട്ടേക്കുവാണേ. അപ്പോൾ ശർക്കരപ്പാനി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാരയുണ്ട്, ജീരകമുണ്ട്, ചെറിയ ജീരകമുണ്ട്, ഏലക്കയുണ്ട്, ചുക്കുണ്ട്, ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഹായ് പറ. ബൈ പറഞ്ഞേര്. അപ്പം നമുക്ക് പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് വറ്റിയൊക്കെ വരട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു ലേശം നെയ്യ് കൂടി ആവാം. കാഷ്നട്ടൊക്കെ കയ്യിലുണ്ടെങ്കിലേ ഒട്ടും കുറയ്ക്കേണ്ടാന്നേ, അതും ആവാം. ഇനി അങ്ങോട്ട് തേങ്ങാപ്പാലിൻ്റെ വരവും കൂടി ആവാം. ഇനി നമുക്ക് ഏലക്കയും ചുക്കും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ചില്ലേ, അതുകൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുകി അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടുവേ. ഇനി നമുക്ക് പപ്പടം കൂടി അങ്ങോട്ട് കാച്ചിയെടുക്കാം. കുറുകി നല്ല സെറ്റായിട്ടിരിക്കുന്ന പഴം നുറുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണേ. തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും ചേർത്ത നല്ല കുറുകി വരട്ടിയെടുത്ത നമ്മുടെ പഴം നുറുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പപ്പടം ഇട്ടതാ ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കണേ. ഒരു രക്ഷയില്ലാട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അടപ്രഥമനും പരിപ്പ് പായസമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു പായസം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പഴന്നുറുക്ക് പോയ വഴി കണ്ടില്ല കേട്ടോ.